യേശുവേ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ഹാലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പകൽക്കാലം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനരാത്രി നമ്മെ കാത്തു പരിപാലിച്ചതായ കർത്താവ്, നമ്മെ ജയത്തോടെ നടത്തിയതായ കർത്താവ് ഈ പകൽക്കാലം നമ്മെ ജയത്തോടെ നടത്തും. ഹല്ലേലൂയ. ആകുലപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അതേ നമ്മെ മുന്നോട്ട് ജയത്തോടെ നടത്തുവാൻ മതിയായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നാം തനിച്ചല്ല. അതേ സ്തോത്രം. എല്ലാ നാളും നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കുക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ഈ പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവം മറക്കുകയില്ല, അത് ദൈവം നിറവേറ്റിത്തരും. പ്രിയ ദൈവമക്കളെ, പൽക്കാലം നാം ചിലപ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കേട്ട ദൈവീയ ശബ്ദങ്ങൾ ചിലപ്പോൾ നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവം ഒരിക്കലും മറക്കുകയില്ല. നാം മറന്നു പോകാം. പലപ്പോഴും നാം പറയാറുണ്ട്, അയ്യോ ഇത് പല വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറുമ്പോൾ പറയാറുണ്ട്, അയ്യോ ആരംഭ കാലഘട്ടത്തിൽ ഞാൻ കേട്ട ദൈവിക വാഗ്ദത്തമാണ്. പക്ഷെ നമ്മൾ എവിടേക്കോ സാഹചര്യങ്ങൾ വെച്ച് മറന്നുപോയി. അതേ വീണ്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറേണ്ട ടൈം ദൈവം നിറവേറ്റി തരും. നമ്മോട് വാക്കു പറയുന്ന ദൈവം വാക്കു മാറാത്ത ദൈവം അത്രേ. സ്തോത്ര. മനുഷ്യനല്ല, കർത്താവ് വാക്കു മാറാം. നാം മറന്നു പോവുക. നമ്മോട് മറ്റുള്ളവർ മനുഷ്യർ പറയുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ സാഹചര്യങ്ങൾ വെച്ച് അതിനെ മാറ്റി പറഞ്ഞിരിക്കും. പക്ഷേ നമ്മോടുള്ള വാഗ്ദത്തത്തെ അതേ ദൈവം മറന്നു കളയില്ല. അത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറ്റി തരേണ്ടത്, ആ റൈറ്റ് ടൈമിനാക്കുമ്പോൾ ദൈവം അത് ഓർത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറ്റിത്തരും. അതിനെതിരായ പ്രയാസങ്ങൾ വേദനകളൊക്കെ കടന്നു വരുമ്പോഴും വീണ്ടും വീണ്ടും നമ്മോട് ദൈവിക വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ച് നമ്മെ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ കരം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നാം മറന്നു പോയാൽ വാഗ്ദത്തം പറഞ്ഞതായ ദൈവം വാക്കു മാറുകയില്ല, മറന്നു പോകുകയില്ല. തക്ക സമയത്ത് അത് നിറവേറ്റിത്തരും. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 106 സങ്കീർത്തന 45 വാക്യത്തിൽ കാണുന്നു, അവൻ അവർക്ക് തന്റെ നിയമത്തെ ഓർത്തു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവം പറഞ്ഞതായ ദൈവിക ശബ്ദത്തെ, അതായത് പൂർവ്വ പിതാന്മാരോട് പറഞ്ഞതായ ദൈവിക ശബ്ദത്തെ ഓർക്കുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതോടനുബന്ധിച്ച് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ പലപ്പോഴും മാറ്റി വെക്കുന്നത് പോലെ അത് സാഹചര്യം കൊണ്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ആയി പോകാമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയും ദൈവം എന്ത് ചെയ്യുന്നു, ആ സാഹചര്യത്തിനകത്തും യഹോവയെ ദൈവം പറയുന്നു, അല്ല ഇതാണ് നിന്റെ വാഗ്ദത്തം, ഇതാണ് നിന്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ വാഗ്ദത്തത്തെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന അനുഭവത്തെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, നാം മറന്നു പോയാലും ദൈവിക വാഗ്ദത്തത്തിന് ഒരു മാറ്റം ഉണ്ടാക്കിയല്ല. അതേ ദൈവിക വാഗ്ദത്തം നിറവേറേണ്ട സമയത്ത് ദൈവം നിശ്ചയമായിട്ട് അത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യുമെന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിനോട് യഹോവയെ ദൈവം പറഞ്ഞു, നിന്റെ സാറയുടെ ഉദരത്തിൽ നിന്ന് തന്നെ വാഗ്ദത്ത സന്തതി ഉണ്ടാകും എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ഒരു ഭാഗം നിൽക്കുമ്പോൾ തന്നെ 15-ാം അധ്യായ
പാളയത്തിനകത്തേക്ക് കടന്നു വരുമ്പോ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നു. അബ്രഹാമിനോടുള്ള ഒരു ഉഭയസമേതം ഇവിടെ എന്ത് ചെയ്യുന്നു? 15-ാം അധ്യായത്തിനകത്ത് നടക്കുന്ന ആ സാഹചര്യത്തെ പിന്നെ അബ്രഹാം കർത്താവായ യഹോവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി ദമ്മേശേക്കയറിനായ ഈ ഏലിയേസർ അത്രേ എന്ന് പറയുന്നു. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമിനോട് യഹോവയെ ദൈവം പറഞ്ഞ എന്താണ്? നിനക്കൊരു വാഗ്ദത്ത സന്തതി തരും എന്ന് പറയുമ്പോഴും ഇവിടെ എന്ത് ചെയ്യുന്നു? അവകാശി എന്ന് പറഞ്ഞ് അബ്രഹാം മറ്റൊരാളുടെ പേരിനെ അവിടെ ചേർത്ത് വെക്കുന്നുണ്ട്. സ്തോത്രം. അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാം പറയുന്നുണ്ട്, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അതെ, അപ്പോൾ യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമാണ്, അവൻ നിന്റെ അവകാശി ആകിയല്ല. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നിന്നോടുള്ള വാഗ്ദത്തത്തിനോട് മറ്റൊന്നിനെ കൂട്ടിച്ചേർത്ത് പകരം വയ്ക്കുന്ന ഒരു സർവശക്തനായ ദൈവമല്ല. നിന്റെ മേൽ പകരപ്പെട്ട വാഗ്ദത്തത്തിന് പകരം മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവമല്ല. ഇവിടെ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര ഏലിയാസറിനെ പറ്റി പറയുന്ന സാഹചര്യം, അവകാശി എന്ന് പറയുമ്പോൾ പറയുന്നു, അവൻ നിന്റെ അവകാശി ആക്കിയല്ല എന്ന് വചനത്തിൽ. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഉദരത്തിനകത്ത് നിന്ന് വരുന്നവൻ തന്നെ. ഹല്ലേലൂയ. അവിടെ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും അബ്രഹാം പറയുന്നു, ടൈം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ 99 വയസ്സാകുന്ന ആ ഒരു കാലഘട്ടം ആയി വന്നു. വർഷം 25 കടന്നു പോകുന്ന ഒരു ടൈം അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാമിനോട് പറയുന്ന കാര്യമുണ്ട്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതെ 16-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു സന്തതി ജനിക്കുമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ 17-ാം വാക്യത്തിൽ അബ്രഹാം എന്ത് ചെയ്യുന്നു? കവിണ് വീണ് ചിരിച്ചിട്ട് 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇസ്മായിൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അവിടെ ആദ്യം ഞാൻ പറഞ്ഞു ഏലിയേസറാണ് അവകാശി എന്ന് പറയുന്നുണ്ട്. അവകാശം മറ്റൊന്നായിട്ട് കടക്കുമ്പോ, വാഗ്ദത്ത സന്തതി മറ്റൊന്നായി കടക്കുമ്പോ പകരം ഓരോന്നിനെ കൂട്ടിച്ചേർത്ത് വെക്കുകയാണ്. ഏലിയേസറിന്റെ കാലം കഴിഞ്ഞു, അവിടെ ഇസ്മായിൽ കുറച്ചു നാൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അതേ സ്തോത്രം. വീണ്ടും ഇസ്മായിൽ ജനിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഇസ്മായിൽ എന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രഹാം ദൈവത്തോട് പറയണം. അവിടെയും യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ല, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവനെ ഇസാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും നിന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. വാഗ്ദത്തത്തിന്മേല ദൈവത്തിന്റെ ചില വിടുതലുകൾ നടക്കുന്നത്. ദൈവിക വാഗ്ദത്തത്തിന്മേലാണ് ഉറപ്പിക്കലുകൾ നടക്കുവാനായിട്ട് ഇടയെത്തുന്നത്. സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ അബ്രഹാമിനെ സാറയെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു? വാർദ്ധക്യമായി സാറയുടെ പദവി തീരുന്നു. ഇങ്ങനെയെല്ലാം വരുമ്പോഴും മറ്റൊന്നിനെ പകരം വയ്ക്കുവാനായിട്ട് ഇത് മതി, ഇത് ജീവിച്ചിരുന്നാൽ മതി, ഇല്ലെങ്കിൽ ഇതിനകത്ത് ദൈവത്തിന്റെ ബ്ലെസ്സിങ് മതി എന്ന് പറയുമ്പോ യഹോവയെ ദൈവം രണ്ടു ഭാഗത്തും കൂട്ടിച്ചേർത്തതിനെ മാറ്റി നിർത്തുന്നു. ഏലിയാസറിന് പകരമല്ല ഇസാക്ക് വരുന്നത്. ഇസാക്ക് തന്നെയാണ്, വാഗ്ദത്ത സന്തതിയാണ്. അത് മറ്റൊന്നും നിന്റെ അവകാശിയായി വരികയില്ല എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നു. അടുത്ത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ഇസ്മായിൽ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അതെ ഇസ്മായിൽ അല്ല എന്ത് ചെയ്യുന്നു? അതേ സ്തോത്രം. നിന്റെ ഭാര്യയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ ഒരു തലമുറ പുറത്തു വരും, അവൻ വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നുണ്ട്. ഞാൻ എന്തു പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞ പ്രിയ ദൈവമക്കളെ, സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ വാഗ്ദത്തങ്ങളെ നാം ഒഴിച്ചുവിടാൻ നോക്കാറുണ്ട്. ഇതൊക്കെ മതി, ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്ന് പറയുമ്പോ അതേ നാം ഓർക്കണം, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശത്രുമണ്ഡല യഥാർത്ഥമായ ദൈവിക വാഗ്ദത്തത്തെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയാതെ മുമ്പിൽ വരുന്ന ചിലതിനകത്ത് നമ്മുടെ
കണ്ണുകളും ദൃഷ്ടികളും പതിപ്പിച്ചിട്ട് ഇതാണ് നിന്റെ വിടുതൽ എന്ന് പറഞ്ഞ് ശത്രു ഒറിജിനലായിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ, ദൈവിക വിടുതലുകളെ തടയുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ചിലതിനെ കണ്ട് നാം മയങ്ങിയും മങ്ങിയും പോകരുത്. നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തം എന്താണ്? അതിനെ മുറുകെ പിടിക്കണം. അതിനെ നിറവേറ്റുവാൻ ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഇത് മതി, ഇത്രയൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നോ. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം എന്തെന്ന് ആദ്യം തിരിച്ചറിയുക. ആ ദൈവശബ്ദത്തെ മുറുകെ പിടിക്കുക. ഇവിടെ അബ്രഹാമിനോട് ആവർത്തിച്ച് അബ്രഹാം പലതും പറഞ്ഞു മാറുമ്പോ അതെ പലതിനെ പകരക്കാരായി വാഗ്ദത്ത സന്തതിക്ക് പകരം പലതിനെ മുൻപന്തിക്കൊണ്ട് നിർത്തുമ്പോ യഹോവയെ ദൈവം പറയുന്നുണ്ട്, ഇതല്ല അവകാശി, ഇതല്ല യഥാർത്ഥമായി വാഗ്ദത്തം. ഹല്ലേലൂയ. അതെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ നീ മറന്നു പോയാലും ദൈവം മറക്കുകയില്ല. സ്തോത്ര. പകരം ഒന്നിനെ കൂട്ടിച്ചേർക്കുന്ന ദൈവമല്ല. ദൈവം എന്ത് നിന്നോട് പറഞ്ഞുവോ, നിങ്ങളുടെ തലമുറ നോക്കി എന്ത് പറഞ്ഞുവോ അതിനെ നിറവേറ്റുവാൻ എന്റെ ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ. അതിന് സാഹചര്യങ്ങൾ വേണ്ട, നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ വേണ്ട. അതിനെയൊക്കെ ദൈവം മാറ്റിവെച്ചിട്ട് നമ്മോടുള്ള ദൈവിക വാഗ്ദത്തത്തെ ഈ ദിവസങ്ങളിൽ നിറവേറ്റി തരുമെന്ന് വിശ്വസിക്കുക. കേട്ട ദൈവ ശബ്ദത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. കേട്ട ദൈവ ശബ്ദത്തെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. അവിടെയാ പ്രിയ ദൈവമക്കളെ സ്തോത്രം, ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുന്നത്. സ്തോത്രം. അതേ സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ ആ തക്ക സമയമായി കഴിഞ്ഞപ്പോ അതേ സ്തോത്രം വാർദ്ധക്യമെന്ന് പറഞ്ഞ, പതിവുകൾ തെറ്റിയെന്ന് പറഞ്ഞ, വയസ്സായി എന്ന് പറഞ്ഞ അവർ സാറയുടെ ഉദരത്തിനകത്ത് തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ദൈവം ഉളവാക്കുവാനായിട്ടിടയായി തീർന്നുവെക്കേ. നിന്നോടുള്ള ദൈവിക ശബ്ദത്തിന് യാതൊരുവിധ മാറ്റം ഉണ്ടാക്കിയല്ല. നിന്നോടൊരു ദൈവശബ്ദം പറയുമ്പോ എന്റെ ദൈവത്തിനറിയാം അത് ഏത് സമയത്താണ് നിറവേറ്റേണ്ടതെന്ന്. ആ സമയത്ത് നീ മറന്നു പോയാലോ ആ സമയമാക്കുമ്പോ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് സ്തോത്രം വാഗ്ദത്തത്തെ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അത് സംഭവിച്ചു. അതേ പുസ്തകത്തിനകത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹാഗറിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹാഗറിന്റെ സ്തോത്ര സാറയുടെ ദാസിയായിരുന്ന ഹാഗർ അതേ സ്തോത്രം ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്ന ഒരു അനുഭവത്തിന്റെ അഭാവം 16-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവൾ ഗർഭം ധരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു? സാറ അവളുടെ മുമ്പിൽ ഒരു നിന്ദയായി എന്ന് തോന്നി കഴിഞ്ഞപ്പോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഹാഗർ അവിടെ വിട്ട് അവളുടെ ഭവനം വിട്ട് അവൾ ഓടിപ്പോകുന്ന ഒരു അനുഭവം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 16-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ യഹോവയുടെ ദൂതൻ അവളോട് നിന്റെ യജമാനത്തെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങി ഇരിക്ക എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിന്റെ സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതവണ്ണം പെരുപ്പമുള്ളതായി തീരും. ഇത് ആർക്ക് കൊടുക്കുന്ന ദൂതാണ്? ഹാഗറിനോട്, ഹാഗറിന്റെ ഉദരത്തിൽ കിടക്കുന്ന ഇസ്മായിലിനെ കുറിച്ച് ദൈവം കൊടുക്കുന്ന ഒരു ദൂതാണ്. എന്താണ്? പകുതി വഴി വെച്ച് മരിച്ചു പോകുമെന്നോ നശിച്ചു പോകുമെന്നോ മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ദൂതല്ല കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതവണ്ണം പെരുപ്പമുള്ളതായി തീരുമെന്നുള്ള ദൈവിക വാഗ്ദത്തം അവിടെ കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കഴിഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്മായിൽ ജനിക്കുന്നുണ്ട്. വീണ്ടും അവിടെ പ്രശ്നങ്ങളായി തീരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം ഒരു തുരുത്തിയിൽ വെള്ളവും അപ്പവും കൊടുത്ത് ഹാഗറിനെ ഇസ്മായിലിനെയുമായിട്ട് ആ ഭവനത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. ആ സാഹചര്യത്തിൽ അതിന് തൊട്ട് മുമ്പ് കാണുവാൻ സാധിക്കുന്നു അബ്രഹാമിനോട് യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. എന്താണ്? തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിനെ അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നുന്നു. സാറ നിന്നോട് പറഞ്ഞതൊക്കെ ചെയ്യുക. ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സന്തതി എന്ന് പറയുന്നത്. ദാസിയുടെ മകനെ ഞാൻ ഒരു ജാതിയാക്കി തീർക്കുമെന്ന് പറയുന്നു. അപ്പൊ അവിടെയും കാണുവാൻ സാധിക്കുന്നു അവനൊരു ജാതിയായി തീരുമെന്ന സ്തോത്രം അവിടെ പറയുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. അവൻ സ്തോത്രം ഹാഗറിനോടും യഹോവയെ ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവൻ വലിയ
ജാതിയായി തീരുമെന്ന് സ്തോത്രം. അവന്റെ സന്തതി വർദ്ധിപ്പിക്കുമെന്ന് ഈ ഒരു വാഗ്ദത്തം കിടക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തുരുത്തിയിലെ വെള്ളം തീർന്നു കഴിഞ്ഞപ്പോ, അതേ സ്തോത്രം, കയ്യിലുള്ള അപ്പമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹാഗർ പറയുന്ന ഒരു കാര്യമുണ്ട്. കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്യുന്നു? മാറി നിന്ന് കരയാ. പ്രിയ ദൈവമക്കളെ, 16-ാം അധ്യായത്തിനകത്ത് കുട്ടി മരിച്ചു പോകുമെന്നാണോ യഹോവയെ ദൈവം പറഞ്ഞത്? പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോ, ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോ ദൈവിക വാഗ്ദത്തത്തെ നാം മറക്കാറുണ്ട്. സ്തോത്രം. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ചില നിലവിളികൾ അല്ലെങ്കിൽ കരച്ചിന്റെ അനുഭവങ്ങൾ കടന്നു വരുമോ? പ്രിയ ദൈവ പൈതലേ സ്തോത്രം, സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ നമ്മോടുള്ള ദൈവിക വാഗ്ദത്തത്തെ നാം ഓർക്കണം. സ്തോത്ര. അത് ചിലതൊക്കെ മറന്ന് കളഞ്ഞിട്ടാ സ്തോത്ര ശത്രു നമ്മളെ വിട്ട് മറപ്പിച്ച് കളഞ്ഞ നമ്മുടെ തലമുറയിലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോ അത് മറന്നിട്ടാ നമ്മെ വിട്ട് വിളിപ്പിക്കുന്ന ഒരു അനുഭവം, കരയിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇവിടെ ഉടനെ തരുന്നു കുട്ടിയുടെ മരണം കാണണ്ട എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോഴാ നമുക്ക് അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. 21-ാമത്തെ അതിന്റെ 17-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് 18-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. നീ ചെന്ന് ബാലിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊടുക്ക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കി അറിയിച്ചതോ. അവിടെയും ദൈവം എന്ത് ചെയ്യുന്നു? അബ്രഹാമിനോട് ഇടപെട്ടതുപോലെ അതേ സ്തോത്ര, സാറയുടെ ഉദരത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് നിന്റെ വാഗ്ദത്തം എന്ന് അതെ മനസ്സിനകത്തൊരു ഇടർച്ച വന്നപ്പോ, മറ്റു പലതിനെ വാഗ്ദത്വവുമായിട്ട് കമ്പയർ ചെയ്യുവാൻ നോക്കിക്കഴിഞ്ഞപ്പോ ദൈവം ഉണർത്തിച്ചതുപോലെ അതേ സ്തോത്ര, പൈതൽ മരിച്ചു പോകുമെന്നുള്ള ഒരു ചിന്ത തന്റെ മനസ്സിനകത്ത് കടന്നു വന്നപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇല്ല, അവൻ മരിച്ചു പോകല്ല. അവിടെ എന്താ പറയുന്നത്? ഞാൻ അവന് വലിയൊരു ജാതിയാക്കും, ഞാൻ അവന് വലിയൊരു ജാതിയാക്കും. പ്രിയ ദൈവ പൈതലേ, നീ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സാഹചര്യങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. നിന്റെ മേൽ കിടക്കുന്ന, നിങ്ങളുടെ തലമുറയുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുന്നതിന് വിരോധമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്ന. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിന്നോട് വാഗ്ദത്തം ചെയ്തതായ ദൈവം വാക്കുമാറാത്ത ദൈവമത്രേ. നാം മറന്നു പോയാലും വീണ്ടും വീണ്ടും നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ ഉണർത്തിച്ചു തന്ന് ഹല്ലേലൂയ. നാം പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. വീണ്ടും വീണ്ടും ഒരേ ദൈവശബ്ദം കേൾക്കുമ്പോ നാം പറയാറുണ്ട്, ഇന്ന ദൈവദാസ എന്നോട് ഈ ദൂത് പറഞ്ഞു, വീണ്ടും പറഞ്ഞു. എന്തുകൊണ്ടാ? നിനക്ക് എവിടെയോ ദൈവിക വാഗ്ദത്തത്തിൽ അവിശ്വാസം കടന്നു വന്നു, എവിടെയോ വാഗ്ദത്തത്തെ മറന്നു പോകുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ദൈവമക്കളെ കൂടി നമ്മോട് പറഞ്ഞ ദൈവശബ്ദത്തെ ഉണർത്തിക്കുന്നത്. ഇവിടെ അബ്രഹാമിനോടും ഹാഗറിനോടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇല്ല, എന്ത് ചെയ്യുന്നു? അവൻ വലിയൊരു ജാതിയാക്കും. അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഇല്ല, നിന്റെ സാറയിൽ നിന്ന് തന്നെ വരും. പ്രിയ ദൈവമക്കളെ, ആവർത്തിച്ച് ചില വാഗ്ദത്തങ്ങൾ നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ നിന്നോട് വിളിച്ചു പറയട്ടെ, നിന്റെ വാഗ്ദത്തങ്ങൾ വേഗത്തിൽ വെളിപ്പെടാൻ പോകുക. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളുടെ നിറവേറപ്പെടുന്ന ഒരു സമയമത്രേ ഈ 6-ാം മാസം. വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന ചില ദൈവിക വാഗ്ദത്തങ്ങൾ മറമാറി പുറത്തു വരുന്നത് പോലെ ചില ദൈവിക വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തി തന്ന് ദൈവം നിങ്ങളെ മാനിക്കുവാനായിട്ടിടയെത്തിരും. വായിച്ച ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് അരുളി ചെയ്തതായ ദൈവം എന്താ പറഞ്ഞത്? സ്തോത്രം ഹല്ലേലൂയ. 400 സംവത്സരം ഇസ്രായേൽ ജനം എന്ത് ചെയ്യുന്നു? പ്രവാസികളായിട്ട് മറ്റൊരു രാജ്യത്തെ നമ്മൾ അടിമയായി തീരുമെന്ന് അവിടെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഒരു കാലഘട്ടം, ആ 400 വർഷം ആയപ്പോ ഇസ്രായേൽ ജനങ്ങളുടെ നിലവിളിക്കുന്ന അനുഭവം, ഞെരുക്കത്തിന്റെ അനുഭവം എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ആ 400 വർഷം കഴിഞ്ഞപ്പോ, വർഷങ്ങൾ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് മറന്നു പോകുകയല്ല. അതേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ആ ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് യഹോവയെ ദൈവം പറഞ്ഞ ആ ഒരു കാലഘട്ടം ആയി കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം
അറിഞ്ഞു. പ്രിയതേ മക്കളെ, സ്തോത്രം. നമ്മോടുള്ള ദൈവിക വാഗ്ദത്തത്തെ മറന്നു പോകുന്നൊരു ദൈവമല്ല. ഇസ്രായേൽ ജനതയെ ദൈവം വിടുവിക്കേണ്ട ആ ടൈമില്, ആ ഒരു പ്രവാസകാലം കഴിഞ്ഞ അവരെ ദൈവം അവിടെ നിന്ന് അതേ വിശാലമായിരിക്കുന്ന ദൈവിക വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞ ആ ടൈം അബ്രഹാമിനോട്, ഇസാക്കിനോട്, യാക്കോവിനോട് ചെയ്തതായിട്ടുള്ള ആ നിയമത്തിന്റെ ആ ഒരു ടൈം ആയി കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് ഇസ്രായേൽ ജനതയെ ആ ദേശത്തുനിന്ന് ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ ഞാൻ പറയട്ടെ, നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ നാം മറന്നു പോയെന്നിരിക്കാം. സാഹചര്യങ്ങളെ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട്, 1-2 വർഷമൊക്കെ നമുക്ക് ചിലപ്പോൾ ഓർമ്മിച്ചെന്നിരിക്കാം, നാം അതിനു വേണ്ടി പ്രാർത്ഥിച്ചെന്നിരിക്കാം, ജാഗരിച്ചെന്നിരിക്കാം. പക്ഷേ അത് നടക്കാതിരിക്കുമ്പോ, സാധ്യതകൾ മങ്ങി തുടങ്ങുമ്പോൾ, അതേ പല ഒഴിവുകഴിവുകൾ പറഞ്ഞു നാം സ്തോത്രം, പല വിടുതലുകൾ അതിനകത്ത് കർത്താവ് തരുമ്പോ ഇതായിരിക്കാം ദൈവം എന്നോട് പറഞ്ഞത് എന്ന് അബ്രഹാം പറഞ്ഞതുപോലെ ചില ഏലിയാസന്മാരെയും ചില ഇസ്മായിലിനെയൊക്കെ വാഗ്ദത്തത്തിന് പകരം നാം പകരം എടുത്തു വയ്ക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പകരം തരുന്ന ഒരു ദൈവമല്ല. എന്താണ് ദൈവിക വാഗ്ദത്തം നീ കേട്ടത്, അതിനെ നിറവേറ്റി തരുന്ന ഒരു ദൈവം അത്രേ. സ്തോത്ര, ഹല്ലേലൂയ. നിന്നെ എവിടെ ദൈവം എത്തിക്കുമെന്ന് പറഞ്ഞു, അതിനെ അവിടേക്ക് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറ എന്താക്കി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതാക്കി തീർക്കുന്ന ഒരു ദൈവമത്രേ. അതേ, നിന്റെ കുടുംബത്തെ, നിന്റെ ആത്മീയ ശുശ്രൂഷയെ ദൈവം ഏത് നിലവാരത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, സ്തോത്ര, അതേ നിലവാരത്തിൽ നിന്നെ കൊണ്ട് എത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ ഇതിലെ കേട്ട വാഗ്ദത്തങ്ങൾ മറന്നു പോകാതെ വേണം അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് നീ വിശ്വാസത്തോടും പ്രത്യാശയോടു കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തയ്യാറാക്കുക. ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വാക്ക് മാറുകയില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അതേ സ്തോത്രം ഒരു വാഗ്ദത്ത സന്തതിയെ ആ ടൈമിനകത്ത് ദൈവം കൊടുത്തുവെങ്കിൽ ഹാഗറിന് വേണ്ടി സ്തോത്രം ദൈവം പറഞ്ഞതായ ആ ദൈവ ശബ്ദത്തെ നിറവേറ്റി കൊടുത്തു. ഇസ്രായേൽ ജനതയെ സ്തോത്ര പ്രവാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ തന്റെ നിയമത്തെ ഓർത്ത് തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ പോകുക. അതിനകത്ത് സ്തോത്ര ഹല്ലേലൂയ, ചിലപ്പോ ഹല്ലേലൂയ നാം ചിന്തിക്കുന്ന സമയത്തായിരിക്കല്ല, ദൈവത്തിന്റെ ഒരു ടൈമുണ്ട്. ആ ടൈമിനകത്ത് പ്രിയ ദൈവ പൈതലേ, നിന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറിക്കാം. ദൈവിക വാഗ്ദത്തങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിൽ അത് എന്ന് ആയിരിക്കുന്നു, അതിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, അതേ നാം മറന്നു പോയാലും നമ്മോടുള്ള വാഗ്ദത്തങ്ങളെ മറക്കാത്തൊരു ദൈവമുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടവരായിരിക്കാം, ഒത്തിരി നാൾ നീ എഴുതി വച്ച് പ്രാർത്ഥിച്ച വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ വാഗ്ദത്തങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ചില വാഗ്ദത്തങ്ങൾ നിറവേറുമ്പോ അതേ സ്തോത്രം ഈ വാഗ്ദത്തം ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കേട്ടതാണെന്ന് പറയത്തക്ക രീതി ഒരു സാക്ഷ്യം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരത്തക്ക രീതി വർഷങ്ങൾ പഴക്കമുള്ള ചില വാഗ്ദത്തങ്ങൾ, അതേ 25 വർഷത്തിനു മുമ്പേ കേട്ടതായ ദൈവിക വാഗ്ദത്തങ്ങൾ അബ്രഹാമിന്റെ മേൽ നിറവേറ്റി കൊടുത്തതായ ദൈവ 400 വർഷത്തിനു മുമ്പേ പറഞ്ഞതായ അതേ അബ്രഹാമിനോട് അരുളി ചെയ്തതായ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റി കൊടുത്തതായ ദൈവ നിന്റെ ജീവിതത്തിനകത്ത് വർഷങ്ങൾ പറയാൻ കാണുമായിരിക്കാം. സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്ര ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില വാഗ്ദത്തങ്ങൾ നിറവേറുന്ന ടൈം അത്രേ. സ്തോത്ര നീ മറന്നു പോയാലും നിന്റെ വാഗ്ദത്തത്തിന്റെ ടൈം ദൈവത്തിന് മറന്നു കളയാൻ കഴിയില്ല. കാരണം ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അതത്രേ. സ്തോത്ര ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത് അതത്രേ. അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക പ്രിയ ദൈവ, നിന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലെ ദൈവം നിറവേറ്റി തരും. ചില വിടുതലുകൾ നിങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഇടയെത്തരാ. അതേ ലോകം അസാധ്യമെന്ന് എഴുതി തള്ളിയ വിഷയങ്ങളായിരിക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഒരു വിടുതൽ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ അനുഭവമായിരിക്കാം. അതേ സ്തോത്ര ഇസ്രായേൽ ജനം ഒരിക്കലും അതേ സ്തോത്ര അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുവാൻ സാധ്യത ഇല്ലാതിരുന്നപ്പോഴും
നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവിക വാഗ്ദത്തത്തിന്റെ പുറപ്പാടിന്റെ ടൈമായപ്പോ ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിച്ചുവെങ്കിൽ നിന്റെ വാഗ്ദത്തത്തെ മൂടിക്കെട്ടുവാനായിട്ട് സ്തോത്ര പലതും നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കാം. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ജോസഫ് അറിയാത്ത മറ്റൊരു ഭരണം നിലവിൽ വരുവാനായിട്ടിടെ തീർന്നപ്പോ ഇസ്രായേൽ ജനം വർത്തിക്കുന്നത് കണ്ട് പീഡകൾ അഴിച്ചുവിട്ടോ. പീഡകൾ അഴിച്ചുവിട്ട സാഹചര്യത്തിൽ ഇസ്രായേൽ ജനതയുടെ വർധനവിന് ഒരു കുറവും ഉണ്ടായില്ല. അവർ വർദ്ധിച്ചു പെരുകുവാനായിട്ടിടയായി തീർന്നു. വാഗ്ദത്തമുള്ള ദൈവ പൈതലേ, നിന്നെ കുറയ്ക്കുവാൻ അല്ലെങ്കിൽ നിന്നെ ചുരുക്കുവാനായിട്ട് ആർക്കും കഴിയില്ല. കാരണം നീ പുറത്തു വരേണ്ടത് വർധനയോട് കൂടി എത്ര. ഹല്ലേലൂയ. നീ പുറത്തു വരേണ്ടത് വർധനവോട് കൂടിയാണ്. ഹല്ലേലൂയ. വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? നിന്നെ ചുരുക്കി കളയുവാൻ, നിന്നെ കുറച്ചു കളയുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കേല. പ്രതികൂലങ്ങൾ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും നിന്റെ മേൽ വാഗ്ദത്തം ചലിച്ചു കൊണ്ടിരിക്കുമ്പോ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. എനിക്ക് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെയുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം തമ്പുരാൻ നിറവേറ്റി തരും. വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, പലപ്പോഴും സാഹചര്യങ്ങളെ കൊണ്ട് ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ മറന്നു പോകാം. കർത്താവെ, അപ്പൊ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ ഇതായിരിക്കും കേട്ട ദൈവശബ്ദമെന്ന് പറഞ്ഞ് ഇത് മതി എന്ന് പറഞ്ഞ് പലതിനകത്ത് ഒതുങ്ങുമ്പോഴും അബ്രഹാമിനോട് പറഞ്ഞു, അല്ല, സാറയുടെ ഉദരത്തിൽ നിന്ന് തന്നെ നിന്റെ വാഗ്ദത്ത സന്തതി പുറത്തു വരും. കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് നിലവിളി കരഞ്ഞപ്പോഴും ഹാഗറിനോട് പറഞ്ഞു, അത് ഇവൻ വലിയൊരു ജാതിയാക്കും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ നിലവിളിയുടെ നടുവിൽ 400 വർഷത്തെ പ്രവാസ ശേഷം തന്റെ ജനത്തോടുള്ള അബ്രഹാമിനോടുള്ള നിയമത്തെ ഓർത്ത് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന കർത്താവ്, അപ്പാ ഈ പ്രഭാതത്തിൽ കർത്താവെ തന്റെ ജനത്തോടുള്ള വാഗ്ദത്തങ്ങളെ ഓർക്കുന്ന പകൽക്കാലമായി തീരട്ടെ. അത് ഓർത്ത് അവരുടെ മേൽ ജീവിതത്തിൽ നിറവേറട്ടെ. വർഷങ്ങൾ കഴിഞ്ഞു കാണുമായിരിക്കാം, അവർ ചിലപ്പോൾ മറന്നുപോയി കാണുമായിരിക്കാം, പ്രാർത്ഥന സബ്ജക്ട് മാറ്റിവിട്ട് കാണുമായിരിക്കാം. പക്ഷേ വാക്ക് പറഞ്ഞ ദൈവ, വാക്കു മാറാത്ത ദൈവ, ഈ പകൽക്കാലം മുതൽ കർത്താവേ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ തന്റെ ജനത്തിന്റെ വാഗ്ദത്തത്തിന് അകത്ത് നിന്ന് അവരെ തെറ്റിച്ച് കളയുന്ന, അവരുടെ കണ്ണുകളെ കുരുടാക്കി കളയുന്ന, ആ ഏമിൽ നിന്ന് മാറ്റിവിടുന്ന സകല പ്രതികൂലങ്ങളും വിട്ടിട്ട് കർത്താവേ യഥാർത്ഥമായ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ തന്റെ ജനത്തെ കയം പിടിച്ചു കയറ്റുന്നതിനായി സ്തോത്രം. നമ്മുടെ ജനം വിടുതലിലേക്ക് കയറട്ടെ. വാഗ്ദത്തങ്ങൾ അവകാശമാക്കട്ടെ കർത്താവേ. മറ്റൊരു അവകാശത്തെ പകരം വയ്ക്കുവാനല്ല, ദൈവിക വാഗ്ദത്തങ്ങൾ തന്നെ അവകാശികളായിക്കൊണ്ട് മുന്നേറുവാൻ തന്റെ ജനത്തെ ശക്തീകരിക്കപ്പ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം അങ്ങേയ്ക്കായി തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.